മക്കളെ നിന്ന് കത്തുന്നത് സാധാരണക്കാരെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൈവറ്റ് ബസ്സാണ്. ഈ ബസ്സിൽ കത്തുന്ന വീഡിയോന്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് പേര് പല രീതിയിലുള്ള കമന്റുകൾ ഇട്ടിട്ടുണ്ട്. അതിലൊരു കമന്റാണ് രണ്ടറ്റം കൂട്ടിമുട്ടിക്കേണ്ട ടീമിന്റെ പേരും പറഞ്ഞിട്ട്. എടോ, നീയൊക്കെ ഒരുപാട് കാലം മുമ്പ് ഈ ബസ്സിനെ ആശ്രയിച്ച് ജീവിച്ച ആളുകളാണ്. ഒരു കല്യാണമായാലും ഒരു മരണമായാലും സ്കൂളായാലും കോളേജായാലും നീയൊക്കെ നേരം വെളുത്ത് കാത്തിരുന്നത് ഈ ഒരു മുതൽ വരാനാണ്. ടൈം ഒന്ന് വൈകിയാൽ നോക്കും എന്താണ് ബസ് വരാത്തത്. ആ ഒരു ബസ് ഇപ്പം നിനക്ക് കുറച്ച് ക്യാഷ് കിട്ടിയപ്പോൾ നീ ഒരു കാർ വാങ്ങി, നീ റോഡിലൂടെ പോകുമ്പോൾ നിനക്കൊരു തടസ്സവും ഉണ്ടാവാൻ പറ്റില്ല. തടസ്സമായി ഒരു ബസ് വന്നാൽ നീ ഒരു ഫോൺ എടുത്ത് വീഡിയോ എടുക്കും, രണ്ടറ്റം കൂട്ടിമുട്ടിക്കേണ്ട ടീം വന്നു എന്ന് പറഞ്ഞിട്ട്. എടാ, ഏതെങ്കിലും ഒരു ബസ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ എല്ലാ ബസ്സേരും ഒരുപോലെ കാണരുത്. പ്രൈവറ്റ് കാറുകളിൽ പല രീതിയിലുള്ള കോപ്രായങ്ങളും പല രീതിയിലും കാണിക്കുന്നുണ്ട്. അതാരും ഒന്നും പറയാനുമില്ല. നീയും ഈ ബാഗ് ഇട്ടിട്ട് നേരം വെളുക്കുമ്പോൾ ജോലിക്ക് പോകുന്നത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ തന്നെയാണ്. ജീവിതമാർഗം നോക്കിയിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ബസ് ജീവനക്കാരും. അപ്പോൾ ഈ ബസ് ജീവനക്കാർ ഒരാഴ്ച പണി മുടക്കിയാൽ ബസ് ഓടുന്നില്ലെങ്കിൽ അപ്പം നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. നിന്റെ ചുറ്റുപാടിലുള്ള ടീമിനും നിന്റെ അയൽവാസികൾക്കൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായി മാറും. കാരണം അവർ സാധാരണക്കാർ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കുറ്റപ്പെടുത്താൻ നിൽക്കല്ലേ. ഒരു ബസ് കത്തുന്നത് കണ്ടാൽ അതിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റിയോ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അന്വേഷിക്കാല്ലാതെ അതിനെക്കുറിച്ച് വേറെ രീതിയിൽ കമന്റ് ഇട്ടിട്ട് പൊലിപ്പിക്കാതിരിക്കും.